നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. അമേരിക്കയിൽ വാഹനാപകടത്തിൽ മരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്തയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. തിരുവല്ലയിലെ സഭ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ശേഷമാണ് സെന്റ് തോമസ് ബിലീവേഴ്സ് കത്തീഡ്രലിൽ സംസ്കാര ചടങ്ങുകൾ നടന്നത്. അമിതമായ വൈദ്യുതി പ്രവാഹം. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 1.5 വയസ്സുള്ള കുട്ടിക്ക് പൊള്ളലേറ്റു. ബൾബുകളും ട്യൂബുകളും പൊട്ടിത്തെറിച്ചു. KSEB ജീവനക്കാർ എത്താൻ വൈകിയെന്ന ആരോപണം. ചേർത്തലയിൽ 2000-ഓളം കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി എക്സൈസ് വകുപ്പ്. ആലപ്പുഴ ജില്ലയിൽ ഇത്രയേറെ കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്തത് ആദ്യമെന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ. പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതുൾപ്പെടെ കൃത്യനിർവഹണത്തിൽ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ചേർത്തല മുൻ ജോയിന്റ് RTOയ്ക്കെതിരെ കേസെടുത്തു. 32 ലക്ഷത്തിന്റെ നികുതി വെട്ടിപ്പെന്ന് കണ്ടെത്തൽ. RTO ഓഫീസുകളിൽ പരിശോധന. വാർത്തകൾ വിശദമായി. അമേരിക്കയിൽ വാഹനാപകടത്തിൽ മരണപ്പെട്ട ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലീത്തയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. തിരുവല്ലയിലെ സഭ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെ സെന്റ് തോമസ് ബിലീവേഴ്സ് കത്തീഡ്രലിൽ സംസ്കാര ചടങ്ങ് നടന്നു. തിരുവല്ല സെന്റ് തോമസ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ വെച്ച് രാവിലെ 12 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. തിരുവല്ലം നിരണം ബിലീവേഴ്സ് കൺവെൻഷൻ സെന്ററിൽ നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടന്നത്. പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി. 9 മണിവരെയാണ് തിരുവല്ല സഭാസ്ഥാനത്തെ പൊതുദർശനം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ആയിരക്കണക്കിന് ആളുകളാണ് മെത്രാപ്പോലീത്തയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയത്. അമേരിക്കയിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിലാണ് അത്തനേഷ്യസ് യോഹന്നാൻ അന്തരിച്ചത്. ടൈം ന്യൂസ്, ആലപ്പുഴ. അമിതമായ വൈദ്യുതി പ്രവാഹം. വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 1.5 വയസ്സുള്ള കുട്ടിക്ക് പൊള്ളലേറ്റു. KSEB അധികൃതർ എത്താൻ വൈകിയെന്ന ആരോപണം. ചേർത്തലയിലാണ് സംഭവം. ചേർത്തല ഒറ്റപ്പുന്നയ്ക്ക് സമീപം കളത്തിപ്പറമ്പിൽ നാസറിൻ്റെ വീട്ടിലാണ് തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ അമിതമായി വൈദ്യുതി പ്രവഹിച്ചത്. ബൾബുകളും ട്യൂബുകളും പൊട്ടിത്തെറിച്ചു. മറ്റ് ഉപകരണങ്ങളും കത്തിനശിച്ചു. വീടിൻ്റെ അകത്തും മുറ്റത്തുമൊക്കെ വൈദ്യുതി പ്രവഹിച്ചു. വീടിൻ്റെ വെളിയിൽ നിന്നിരുന്ന നാസറിൻ്റെ ഭാര്യ റഷീദയ്ക്കാണ് ആദ്യം വൈദ്യുതാഘാതമേറ്റത്. ഈ സമയത്ത് നാസറിൻ്റെ മകൻ നദീറിൻ്റെ 1.5 വയസ്സുള്ള മകൻ ഇഷാൻ അടുക്കള ഭാഗത്തെ കമ്പിയിൽ പിടിച്ചു നിൽക്കുകയായിരുന്നു. റഷീദ ഓടിയെത്തി കുട്ടിയെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. കൈക്ക് പൊള്ളലേറ്റ കുട്ടിയെ ചേർത്തല താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം ICHലും പ്രവേശിപ്പിച്ചു. വീട്ടിലും പറമ്പിലുമൊക്കെ വൈദ്യുതി പ്രവഹിച്ചെന്ന് നാസറും റഷീദയും പറഞ്ഞു. അപ്പം ആ ചവിട്ടുപടിയെ നിന്ന ആ സമയത്ത് തന്നെ എനിക്കിട്ട് അടി കിട്ടിയ ഉടനെ തന്നെ കുട്ടി കടന്ന് വലിയ വായിൽ കാറുകയും പിന്നെ ശ്വാസം കിട്ടാതെ കരയുകയും ചെയ്തു. ആ സമയം ഞാൻ കൈകൊണ്ടിങ്ങനെ അടിച്ച് ഞാൻ ഗ്രില്ലിൽ നിന്ന് കൈ പിടിപ്പിച്ച് കൊച്ചിനെ എടുത്തുകൊണ്ട് ഞാൻ ഓടി പുറത്തേക്ക് ഓടിയിട്ട് ഞാൻ അലക്കല്ലിൻ്റെ അവിടെ പോയി. ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ ഞാൻ ടർപ്പായുടെ അടിയിൽ കുഞ്ഞുമായിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ വെച്ച് എനിക്ക് വീണ്ടും മടി കിട്ടി. കൊച്ചു വലിയ വായിൽ അന്നേരവും കരഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മകളകത്തായിരുന്നു. മകളെ വിളിച്ചിട്ട് പറഞ്ഞ് പെരടകത്തുനിന്ന് ഓടി പുറത്തിറങ്ങിയിട്ട് മൊത്തം എർത്താണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കിഴക്കേ വീട്ടിലോട്ട് ഓടി. കിഴക്കേ വീട്ടിൽ പോയി ഇരുന്നതിന് ശേഷം ഞാൻ ഹസ്ബൻഡ് സ്ഥലത്തില്ലായിരുന്നു. ഹസ്ബൻഡ് കടയിലായിരുന്നു. ഞാനും ഈ കുട്ടിയും മകളും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അപ്പായിട്ട് തന്നെ ആദ്യത്തെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഞങ്ങൾ പട്ടണക്കാട് KSEBയിലോട്ട് വിളിച്ച് പറയുകയും അവർ ഫോൺ നമ്പരും അഡ്രസ്സും എഴുതിയെടുക്കുകയും ചെയ്തിരുന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അവർ വന്നില്ല. വീണ്ടും ഞങ്ങൾ വിളിച്ച സമയത്ത് അവർ ഫോൺ എടുത്തില്ല. അതിന് ശേഷം ഞാൻ പട്ടണക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ഇലക്ട്രിസിറ്റിയിലോട്ട് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് പട്ടണക്കാട് ഇലക്ട്രിസിറ്റിയിൽ നിന്ന് വന്നത്. ഞാൻ ഇവിടുന്ന് കടയിട്ട് ഓടി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഭീകര അന്തരീക്ഷമാണ് വീട്ടിൽ കാണുന്നത്. വെച്ചാൽ മൊത്തം കറണ്ടും ഈ ട്യൂബൊക്കെ പൊട്ടിത്തെറിക്കുന്നു, പിന്നെ ബൾബ് പൊട്ടിത്തെറിക്കുന്നു, അകത്തുനിന്ന് പുക പന്നി, ഇതെല്ലാം വരുന്നു. പിന്നെ ഭൂമിയിലാണെങ്കിൽ കറണ്ട്, ജനലിൽ പിടിക്കാൻ പറ്റില്ല, എല്ലായിടത്തും കറണ്ടാണ്. അപ്പോൾ കൊച്ചു ഭയങ്കര നിലവിളി, കൊച്ചിൻ്റെ കൈയൊക്കെ പൊള്ളി ഇതായിട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി വിളിച്ചിട്ട് അവർ ചോദിച്ച് എവിടെയാണ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ എല്ലാം എഴുതിയെടുത്തവർ ഇതാണ് വിഷയം എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾക്ക് വീട്ടിലോട്ട് കയറാൻ പറ്റുന്നില്ല, ഗ്യാസൊക്കെ വീട്ടിലുണ്ട്, ഇന്ന പോലെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ ഇപ്പം തന്നെ വിടാം, ഇവിടെ ആളില്ലെങ്കിൽ പോലും ഞങ്ങൾ ഇപ്പം തന്നെ ആളെ വിട്ടേക്കാന്ന് പറഞ്ഞിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും
ഈ ആൾ ഒരു പ്രതികരണം ഞങ്ങൾ വിട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ വരുമെന്നോ ഒന്നും അവർ പറഞ്ഞില്ല. കാണാതെ വന്നപ്പോഴത്തേക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് സഹായം കിട്ടണ്ടേ എന്നും പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞാൽ എന്നെ പോലീസ് സ്റ്റേഷൻ വിളിച്ചപ്പോഴത്തേക്ക് അവർക്ക് കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു ശരി ഇപ്പം തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ഇലക്ട്രിസിറ്റി ബോർഡിലോട്ട്, അതായത് പട്ടക്കാട് ഇലക്ട്രിസിറ്റി ബോർഡിലോട്ട് വിളിച്ചിട്ട് അതിനുശേഷമാണ് ഒരു ആൾ അവിടെ നിന്ന് വരുന്നത്. അപ്പോൾ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് നിങ്ങളെന്താ ഇത്ര താമസം എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് എന്നെ ഇപ്പോഴാണ് വിളിച്ചത്, 3 മിനിറ്റല്ല എന്നെ വിളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞ്. 1 മണിക്കൂറിൽ നമ്മൾ വിളിച്ച് വെയിറ്റ് ചെയ്ത അയാൾ ഉദാസീനത കാണിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായത്. പൊള്ളലേറ്റ കുട്ടി കോട്ടയം ICH ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി കുട്ടിയുടെ പിതാവ് നദീർ ചേരുന്നു. കോട്ടയം ICH ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഇന്നലെ രാവിലെ 10 മണിയോടുകൂടിയായിരുന്നു സംഭവം. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചേർത്തല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവിടെ ECG എടുത്ത് നോക്കിയപ്പോൾ കൊച്ചിന്റെ ECGയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൂടുതൽ ചെക്കപ്പിനും ഇതിനും വേണ്ടിയിട്ട് നിരീക്ഷണത്തിനും വേണ്ടി കോട്ടയത്തേക്ക് വിട്ടു, മെഡിക്കൽ കോളേജിലേക്ക്. അങ്ങനെ കോട്ടയം ICHൽ വന്നിട്ട് അവർ ICUവിൽ കുട്ടീനെ ഇന്നലെ രാത്രി മൊത്തം നിരീക്ഷണത്തിൽ നിർത്തിയിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ കുട്ടിയുടെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ ഹാർട്ട് സംബന്ധമായിട്ട് എല്ലാം ചെക്ക് ചെയ്തു, എക്കോ ടെസ്റ്റ് എല്ലാം ചെയ്തു. കയ്യിൽ പൊള്ളലേറ്റിട്ടുണ്ടോ? കയ്യിൽ പൊള്ളലേറ്റിട്ടുണ്ട്, ഇടത്തെ കയ്യിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ഇപ്പൊ ഈ ഇടത്തെ കയ്യിൽ പൊള്ളലേറ്റത് കാരണം ഹാർട്ടുമായിട്ട് ഏറ്റവും അടുത്തിരിക്കുന്ന സ്ഥലമായ അതായതുകൊണ്ട് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത്. പട്ടണക്കാട് KSEB അധികൃതരെ അറിയിച്ചിട്ട് 1 മണിക്കൂറിന് ശേഷമാണ് എത്തിയതെന്ന് വീട്ടുകാർ ആരോപിക്കുന്നു. സമീപത്തെ ചില വീടുകളിലും അമിതമായി വൈദ്യുതി പ്രവാഹം ഉണ്ടായിട്ടുണ്ട്. അമിതമായ വൈദ്യുതി പ്രവാഹത്തിൻ്റെ കാരണമെന്തെന്ന് വ്യക്തമല്ല. KSEB ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം ആരംഭിച്ചു. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തലയിൽ 2000-ലേറെ കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിൽ കർശന മുന്നറിയിപ്പുമായി എക്സൈസ് വകുപ്പ്. ആലപ്പുഴ ജില്ലയിൽ ആദ്യമായാണ് ഇത്രയേറെ കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്തതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചേർത്തലയിൽ 2000-ഓളം കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി എക്സൈസ് വകുപ്പ്. കഴിഞ്ഞ ദിവസമാണ് ചേർത്തലയ്ക്കടുത്ത് അരൂരിൽ നിന്ന് 2000-ഓളം കഞ്ചാവ് മിഠായികളും 10 കിലോ കഞ്ചാവുമായി 2 UP സ്വദേശികൾ എക്സൈസിൻ്റെ പിടിയിലായത്. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് സംഘം മിഠായികൾ എത്തിച്ചത്. അരൂരിൽ നിന്നാണ് പിടിച്ചെങ്കിലും കൂടുതൽ കഞ്ചാവ് മിഠായികൾ ഇവർ താമസിച്ചിരുന്ന പള്ളൂരുത്തിയിലെ വീട്ടിൽ നിന്നാണ് കണ്ടെടുത്തത്. ഇത്രയും ബൾക്കായിട്ട് കഞ്ചാവ് മിഠായികൾ പിടിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ ഇവിടെ ആദ്യമാണ്. നമ്മൾ അവിടെ നിന്ന് ഇവരുടെ അടുത്ത് നിന്ന് 5 കിലോത്തോളം കഞ്ചാവ് മിഠായികൾ, ഇത് ഒരു പാക്കറ്റിൽ 50 എണ്ണമാണ്. ഇത് 5 മാലയിട്ട് 50 എണ്ണമാണ് കണ്ടത്. അങ്ങനെ ഒരു 10-30 പാക്കറ്റോളം ഉണ്ടായിരുന്നു. പിന്നെ അതുകൂടാണ്ട് നിരോധിത പുകയിലോൽപ്പന്നങ്ങൾ ഒരു 10 കിലോ ഉണ്ടായിരുന്നു. കഞ്ചാവ് മിഠായികൾ ഏകദേശം 2000 നമ്പർ വരുമായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും സ്കൂൾ കുട്ടികളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇവർ വരുന്നത്. ഇത് മയക്കുമരുന്നിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. ഇതുപോലുള്ള ലഹരി കൊടുത്ത് മിഠായികൾ കൊടുത്താണ് ഇവർ കുട്ടികളെ കഞ്ചാവിലേക്കും മറ്റ് മയക്കുമരുന്നിലേക്കും ആകർഷിക്കുന്നത്. ഇതൊരു വലിയ മാഫിയയുടെ പ്രവർത്തനം തന്നെയാണ്. ഇവരോട് ചോദ്യം ചെയ്തതിൽ ഇവർ പറയുന്നത് ഇവർ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെന്നാണെന്ന്. പക്ഷെ അത് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇത്രയേറെ കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്തത്. കഞ്ചാവ് മാഫിയ സംഘത്തിനെതിരെ സമൂഹത്തിൻ്റെ ജാഗ്രത വേണമെന്ന് ചേർത്തല എക്സൈസ് CI TP സജീവ് കുമാറും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് CV വേണുവും പറഞ്ഞു. ഇന്നത്തെ കാലത്ത് കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കടമനിട്ടയുടെ കോഴി എന്നുള്ള കവിതയിൽ പറയുന്ന പോലെ തന്നെ കണ്ണു വേണം ഇരുപുറം എപ്പോഴും, കണ്ണു വേണം മുകളിലും താഴെയും, കണ്ണിലെപ്പോഴും കത്തി ജ്വലിക്കുന്ന ഒരു ഉൾക്കണ്ണ് വേണം അണയാത്ത കണ്ണ് എന്നുള്ള ഉപദേശം അവർക്ക് കൊടുക്കേണ്ടതുണ്ട്. 4 വശത്തും അവരെ വഴിതെറ്റിക്കാനായിട്ട് ആൾക്കാരുണ്ട്. മാഫിയ, മയക്കുമരുന്ന് മാഫിയകൾ സജീവമാണ്. അപ്പം വീട്ടിൽ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ശരിക്കും യഥാർത്ഥത്തിൽ പിള്ളേരുടെ ഉള്ളിലേക്ക് മൂല്യങ്ങൾ കൊടുക്കേണ്ടതും അവരെ നിരീക്ഷിക്കേണ്ടതും. അവരെ കൂട്ടുകാരെ പോലെ കണ്ട് അവരുടെ എല്ലാ വിവരങ്ങളും മനസ്സിലാക്കി അവരെ ഒപ്പം നിർത്തി
കൊണ്ടുപോകേണ്ടത്. ഇപ്പം നിർഭാഗ്യവശാൽ ഈ ഭൂരിഭാഗം പേരൻസും ഇപ്പം ഇങ്ങനെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു കുഴപ്പമുണ്ട്. നമ്മുടെ ചേർത്തല താലൂക്കിൽ പാരൂർ ഭാഗത്ത് നമ്മുടെ ഓവർബ്രിഡ്ജിൻ്റെ തൊട്ട് സമീപത്തായുള്ള ഒരു പാൻ ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള കഞ്ചാവ് മിഠായികൾ, അതായത് ശരിക്കും പറഞ്ഞാൽ അത് ചാർമിനാർ ഗോൾഡ് മുനാക്ക എന്ന് പറയുന്ന കവറിൽ വരുന്നതാണ് ആ മിഠായികൾ. അപ്പോൾ ഒരു പാക്കറ്റിൽ ഏകദേശം 50 എണ്ണത്തോളം ഉള്ളത്. നമുക്ക് ശരിക്കും 2000-ലധികം മിഠായികളാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ TV സജികുമാർ സാറാണ് ആ കേസെടുത്തത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇത് കുട്ടികൾക്ക് നമ്മുടെ സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശേഖരിച്ചതെന്നാണ് പറയുക. നമുക്ക് അതുകൂടാതെ കുറച്ച് ദൂരെ പോയി കുറച്ച് റിക്കവർ ചെയ്യാനും കൂടെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം വെച്ചാൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയമാണ്. ഒരു കാരണവശാലും നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈ പറഞ്ഞ പോലെ പാൻ മസാലകൾ വിൽക്കുന്ന കടകളിലോ കുട്ടികൾ ഒരിക്കലും പോയി മേടിക്കാതിരിക്കാൻ രക്ഷകർത്താക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. മാത്രമല്ല നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടുകളും പരിസരങ്ങളും കേന്ദ്രീകരിച്ച് ഇതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ നമ്മളത് കൃത്യമായി എക്സൈസിൻ്റെ കൃത്യമായ നിരീക്ഷണം ചേർത്തല താലൂക്കിൽ എല്ലായിടത്തും ഉണ്ടാവും. ആലപ്പുഴ ജില്ലയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഇത്തരത്തിലധികം കൂടുതൽ മിഠായികൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. എന്തായാലും എക്സൈസിൻ്റെ ശരിക്കുള്ള ശ്രദ്ധ എല്ലാ തലങ്ങളിലും ഉണ്ടാവും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ സ്കൂളിൻ്റെ പരിചയമില്ലാത്ത ആൾക്കാരോ അന്യസംസ്ഥാന തൊഴിലാളികളോ നമ്മുടെ മറ്റുള്ള ആൾക്കാരോ ഏതെങ്കിലും തരത്തിൽ വിൽപ്പന ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ചേർത്തല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നമ്പറുണ്ട്. ആ നമ്പറിൽ കൃത്യമായിട്ട് അറിയിക്കുക. നമ്പർ വേണമെങ്കിലൊന്ന് പറയാം, 0478-281-3126. നമ്മുടെ സിയാദിൻ്റെ മൊബൈൽ നമ്പർ 9400069483 എന്നിവയാണ്. എന്തായാലും ഈ സ്കൂൾ തുറക്കുന്ന വേളകളിൽ വളരെ സുഗമമായ വിദ്യാഭ്യാസ നടത്തിപ്പിന് എല്ലാവരുടെയും പൊതുജനങ്ങളുടെ മുഴുവൻ സഹകരണത്തോടെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ പരിപാടികളെല്ലാം അവസാനിപ്പിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ടൈം ന്യൂസ് ചേർത്തല. ജനങ്ങൾക്ക് ആശ്രയമാകേണ്ട ആശുപത്രികൾ ജീവനെടുക്കുന്ന കേന്ദ്രങ്ങളായി മാറിയെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ശത്രുക്കൾ അതിനകത്ത് തന്നെ ഉണ്ടെന്നും KC വേണുഗോപാൽ MP ആലപ്പുഴയിൽ പറഞ്ഞു. ജനങ്ങൾക്ക് ആശ്രയം നൽകേണ്ടതും ജീവൻ സംരക്ഷിക്കേണ്ടതുമായ ആശുപത്രികൾ ജീവനെടുക്കുന്ന കേന്ദ്രങ്ങളായി മാറുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് മരണമടഞ്ഞ അമ്പലപ്പുഴ കരൂർ ഷിബിനയുടെയും പുന്നപ്ര അഞ്ചിൽ ഉമൈബയുടെയും വീടുകൾ സന്ദർശിച്ച ഇരുവരുടെയും ബന്ധുക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു KC വേണുഗോപാൽ. ഇപ്പം ഞാൻ പലപ്പോഴും നമ്മൾ മുൻപും കണ്ടൊരു കാര്യമാണ്, നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ ശത്രുക്കൾ മെഡിക്കൽ കോളേജിനകത്ത് തന്നെ ഇരിക്കുകയാണ്. എന്നാലേ സ്വകാര്യ ആശുപത്രി വളരുള്ളൂ. എന്ത് അസുഖം വന്നാലും കോട്ടയത്തേക്ക് എടുത്തോ, എറണാകുളത്തേക്ക് എടുത്തോ, ഇതൊരു പല്ലവിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ പാവപ്പെട്ടവർ എന്ത് ചെയ്യും? അവർക്ക് ചികിത്സിക്കാൻ പൈസയുണ്ടോ അവരുടെ കയ്യിൽ? ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായാലും അത് ചികിത്സിക്കാൻ സൗകര്യം ഉണ്ടായാലും ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം കാഷ്വാലിറ്റിയിലൊന്നും ഉത്തരവാദപ്പെട്ട സീനിയർ ഡോക്ടർമാർ ഉണ്ടാവാറേയില്ല. ഇതൊരു ഹൈവേയുടെ മുന്നിലുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. എപ്പോഴും അപകട മരണങ്ങൾ, ട്രോമോ കെയർ സംവിധാനം ശക്തമാക്കേണ്ട സ്ഥലം. അവിടെ പോലും ഉത്തരവാദപ്പെട്ട ഉണ്ടാവേണ്ട അത്യാവശ്യമല്ലേ ഒരു സീനിയർ ഡോക്ടർമാർ ഉണ്ടാവാറേ ഇല്ല എന്നാണ് ഇപ്പം ആളുകൾ പരാതി പറയുന്നത്, അവരുടെ അനുഭവത്തിൻ്റെ വിളിച്ച് പറയുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് മനസ്സിലാക്കാം. ഇത് നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനങ്ങനെ വിടാൻ പറ്റൂ? പൊതുജനാരോഗ്യ മേഖലയെ രക്ഷിക്കേണ്ടവർ തന്നെ ശിക്ഷിക്കുന്ന അവസ്ഥയാണ് ഇന്നിപ്പോൾ കേരളത്തിൽ കാണുന്നത്. എല്ലാ മെഡിക്കൽ കോളേജിലും കോഴിക്കോട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന കുട്ടിയുടെ നാക്കിന് ശസ്ത്രക്രിയ ചെയ്യുക പറഞ്ഞാൽ ഇതെന്താണ്? ഇത് ഓരോന്നും അവിടെ തന്നെയല്ലേ ആ വയറ്റിനകത്ത് നിന്ന് അക്ഷീണയുടെ കാര്യം ഉണ്ടായത്. അപ്പോൾ ഇത് ആളുകൾ സംഭീതി ഉണ്ടാക്കുക, മെഡിക്കൽ കോളേജിൽ പോയാൽ ജീവൻ ഉണ്ടാവില്ല, എന്നിട്ട് എല്ലാവരും പ്രൈവറ്റിലേക്ക് പറഞ്ഞേക്കുക. ഇതിനെക്കുറിച്ച് കാര്യമായി അന്വേഷിക്കണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ ശോച്യാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നിരന്തരമായിട്ടുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും, സംശയമില്ല. ഇത് രാഷ്ട്രീയത്തിനേക്കാൾ ഉപരിയായി മനുഷ്യജീവൻ്റെ പ്രശ്നമാണ്. അത് ഉത്തരവാദപ്പെട്ടവർ യഥാരീതിയിൽ പരിഹരിക്കുന്നില്ലെങ്കിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങളും. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് രോഗി മരിക്കാനിടയായ സംഭവം ഏറ്റവും ദൗർഭാഗ്യകരമാണ്. സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഇപ്പോഴിതാ ഒറ്റപ്പെട്ട സംഭവമല്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജിന് പുറമെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഇത്തരത്തിൽ ചികിത്സാ പിഴവ് തുടർച്ചയാവുകയാണ്. കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുന്നതിൽ സർക്കാർ ദയനീയമായി പരാജയപ്പെട്ടുവെന്നും അതിനാലാണ് രോഗികൾ ചികിത്സാ പിഴവിനെ തുടർന്ന് മരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാകുന്നതെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. ചികിത്സാ പിഴവുണ്ടായാൽ ആഭ്യന്തര കമ്മിറ്റിയെ നിയോഗിക്കും. ആഭ്യന്തര കമ്മിറ്റികളുടെ റിപ്പോർട്ടിനപ്പുറത്തേക്ക് ഒരു നടപടിയുമില്ല. ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട എത്ര അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്? അവയിൽ ഏതെങ്കിലും നടപടി ഉണ്ടായോ? അന്വേഷണ റിപ്പോർട്ടിന് മേലുള്ള കർശന നടപടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇനിയും ചികിത്സാ പിഴവിന്റെ പേരിൽ മറ്റൊരു രോഗിക്ക് ജീവൻ നഷ്ടമാകില്ല എന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തെക്കാൾ ഉപരി ഇത് മനുഷ്യജീവന്റെ പ്രശ്നമാണെന്നും അതുകൊണ്ട് തന്നെ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ശക്തമായ ഇടപെടലുകളും നടപടികളും ഉണ്ടാവുമെന്നും KC വേണുഗോപാൽ ആലപ്പുഴയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ടൈം ന്യൂസ് ആലപ്പുഴ. ഇന്റർനാഷണൽ ഫാഷൻ ഷോ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി പങ്കെടുക്കാൻ ഒരുങ്ങുകയാണ് 7 വയസ്സുള്ള അപ്പുണ്ണി. മാരാർകുളം വളവനാട് സ്വദേശിയായ അപ്പുണ്ണി പട്ടണക്കാട് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് അപ്പുണ്ണി. ഞാൻ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്.
ഞാൻ പഠിക്കുന്നത് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂൾ പട്ടണക്കാടാണ്. ഇന്ത്യക്ക് വേണ്ടി ഞാൻ ഫാഷൻ ഷോ മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പ് ആയി. എനിക്ക് തായ്ലൻഡിൽ ബാങ്കോക്കിൽ പോകാൻ അവസരം കിട്ടി ഫൈനൽ മത്സരത്തിൽ. താങ്ക് യു. നാഷണൽ ലെവലിൽ അദ്ദേഹത്തിന് സെക്കൻഡ് റണ്ണറപ്പ് യോഗ്യത നേടി. എനിക്ക് തോന്നുന്നു ആലപ്പുഴയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരാൾ ഇതുപോലെ ഇൻ്റർനാഷണൽ ഒരു ഫാഷൻ ഷോ മത്സരത്തിലേക്ക് പോകാൻ യോഗ്യത നേടുന്നത്. അപ്പുണ്ണി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വേറൊരു റെക്കോർഡുള്ളത് 3.5 വയസ്സ് മുതൽ അദ്ദേഹം മിമിക്രി ചെയ്യുന്നതാണ്. 4.5 വയസ്സിൽ നമ്മുടെ കോമഡി ഉത്സവം, അതായത് പിന്നെ ഫ്ലവേഴ്സ് ടിവിയുടെ അവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ മിമിക്രി കലാകാരനെന്ന യോഗ്യത നേടിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഫാഷൻ ഷോ മത്സരത്തിന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് തായ്ലൻഡിൽ പോകാൻ യോഗ്യത നേടിയിരിക്കുകയാണ് 7 വയസ്സുകാരൻ അപ്പുണ്ണി. ആലപ്പുഴ വളവനാട് വിജയനിവാസിൽ കണ്ണനുണ്ണിയുടെയും അനുവിൻ്റെയും മകനായ അപ്പുണ്ണി 7-ാം വയസ്സിൽ ഒട്ടേറെ നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മാറ്റുരച്ച പ്രതിഭകളോട് ഇഞ്ചോടിഞ്ച് 3 ദിനം പൊരുതി സെക്കൻഡ് റണ്ണറപ്പായി വിജയം നേടിയാണ് അപ്പുണ്ണി തായ്ലൻഡിൽ നടക്കുന്ന ഫാഷൻ റൺവേയുടെ ഇന്റർനാഷണൽ മത്സരത്തിൽ 6 മുതൽ 8 വരെയുള്ള വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ യോഗ്യത നേടിയത്. പട്ടണക്കാട് പബ്ലിക് സ്കൂളിലെ 2-ാം ക്ലാസ് വിദ്യാർത്ഥിയായ അപ്പുണ്ണി 3.5 വയസ്സു മുതൽ മിമിക്രി കലാകാരനാണ്. ഫ്ലവേഴ്സ് ടി വി കോമഡി ഉത്സവം പരിപാടിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മിമിക്രി കലാകാരനെന്ന റെക്കോർഡ് നേടിയതും അപ്പുണ്ണിയാണ്. 4-ാം വയസ്സിൽ മഴവിൽ മനോരമയിലെ ബമ്പർ ചിരി ആഘോഷത്തിലും അപ്പുണ്ണി കോമഡി സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒട്ടേറെ ഷോർട്ട് ഫിലിമുകളിലും സംഗീത ആൽബങ്ങളിലും പ്രൊഫഷണൽ വേദികളിലും തിളങ്ങി നിൽക്കുകയാണ് അപ്പുണ്ണി. ഫാഷൻ റൺവേ ഇന്റർനാഷണൽ നടത്തിയ ജൂനിയർ മോഡൽ ഇന്റർനാഷണൽ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ കുട്ടികളുമായി മാറ്റുരച്ച മത്സരത്തിൽ സെക്കൻഡ് റണ്ണറപ്പ് നേടി അപ്പുണ്ണി. തായ്ലൻഡിലെ ബാങ്കോക്കിൽ ഓഗസ്റ്റ് 7 മുതൽ 11 വരെ നടക്കുന്ന വേൾഡ് ഫൈനലിൽ മത്സരിക്കാൻ യോഗ്യത നേടി ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇത്തരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ഒരു ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് യോഗ്യത നേടുന്ന ആദ്യത്തെ ജൂനിയർ മോഡലാണ് അപ്പുണ്ണി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാഷൻ ഷോ പേജന്റ് ഡയറക്ടർമാരിൽ ഒരാളായ അരുൺ രത്നയാണ് ഡയറക്ടർ. ആലപ്പുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അപ്പുണ്ണിക്കൊപ്പം അച്ഛനും റേഡിയോ അവതാരകനുമായ ജി കണ്ണനുണ്ണി, അമ്മയും ഒപ്പം അനൂസ് ഹെർബ്സ് CEO കൂടിയായ അനു കണ്ണനുണ്ണി എന്നിവർ പങ്കെടുത്തു. ടൈം ന്യൂസ് ആലപ്പുഴ. വയോജന സംരക്ഷണ നിയമങ്ങൾ കർശനമായി നടപ്പാക്കണമെന്ന് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആലപ്പുഴ ജില്ലാ കോൺഫറൻസ് ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് വയോജന സൗഹൃദ അന്തരീക്ഷം കുറഞ്ഞുവരുന്ന സാഹചര്യം ഗൗരവമായി കാണണമെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും സഹകരണത്തോടെ വയോജനങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികളും ആരോഗ്യ സംരക്ഷണ പദ്ധതികളും ക്രിയാത്മകമായി ആവിഷ്കരിക്കണം. വയോജന സംരക്ഷണത്തിൻ്റെ പ്രാധാന്യവും ആവശ്യകതയും സംബന്ധിച്ച് പുതുതലമുറയിൽ ബോധവൽക്കരണം ശക്തമാക്കണം. ധാർമ്മിക സദാചാര മൂല്യങ്ങൾ പുരോഗമനത്തിന് തടസ്സമാണെന്ന് വാദിക്കുന്നവർ കുടുംബ ബന്ധങ്ങളുടെ പവിത്രത ഇല്ലായ്മ ചെയ്യുന്നവരാണെന്നും ജില്ലാ ഫാമിലി കോൺഫറൻസ് അഭിപ്രായപ്പെട്ടു. വസ്ത്രധാരണത്തിലടക്കം മതപരമായ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനെതിരെ ശബ്ദിക്കുന്നവർ ഭരണഘടന നൽകുന്ന മൗലിക അവകാശങ്ങളെയാണ് തകർക്കാൻ ശ്രമിക്കുന്നതെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. വിശ്വാസ വിശുദ്ധി സംതൃപ്ത കുടുംബം എന്ന പ്രമേയത്തിലാണ് ഫാമിലി കോൺഫറൻസ് സംഘടിപ്പിച്ചത്. വടുതലയിൽ നടന്ന സമ്മേളനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് PN അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം ചെയ്തു. വിസ്ഡം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായി. യൂത്ത് ജില്ലാ പ്രസിഡന്റ് നസീബ് കുഞ്ഞുമുഹമ്മദ്, സ്റ്റുഡൻസ് ജില്ലാ സെക്രട്ടറി അബ്ദുർ റഹീം വടുതല, ജില്ലാ ഫാമിലി കോൺഫറൻസ് സ്വാഗത സംഘം ചെയർമാൻ ബഷീർ കണ്ടത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അഡ്വക്കേറ്റ് AM ആരിഫ് MP, അരൂക്കുറ്റി പഞ്ചായത്ത് പ്രസിഡന്റ് അഷറഫ് വെള്ളെഴുത്ത്, കാട്ടുപുറംപള്ളി മഹല്ല് പ്രസിഡന്റ് PA സംസുദ്ദീൻ, കാട്ടുപുറംപള്ളി ഖത്തീബ് ഷാജഹാൻ മൗലവി, ഷാനവാസ് എന്നിവർ പങ്കെടുത്തു. പീസ് റേഡിയോ CEO പ്രൊഫസർ ഹാരിസ് ബിനു സലിം മുഖ്യപ്രഭാഷണം നടത്തി. ഹാരിസ് മദനി കായക്കൊടി, ഡോക്ടർ ജൗഹർ മുനവർ, ശിഹാബ് എടക്കര എന്നിവർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. വിസ്ഡം നദുവത്ത് നഗർ മണ്ഡലം സെക്രട്ടറി രാജീവ് ഇബനു അബ്ദുള്ള നന്ദി പറഞ്ഞു. ടൈം ന്യൂസ് ചേർത്തല. കായംകുളത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമം, ഒരാൾ കൂടി പിടിയിലായി. കൃഷ്ണപുരം സ്വദേശി രാഹുലാണ് പിടിയിലായത്. യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് വടിവാൾ വീശി വധഭീഷണി മുഴക്കിയും ഗുണ്ടാസംഘം മൊബൈൽ ഫോണും വാച്ചും കവർന്ന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. 3-ാം പ്രതിയായ കൃഷ്ണപുരം അജന്ത ജംഗ്ഷന് സമീപം രേഷ് ഭവനത്തിൽ രാഹുലാണ് അറസ്റ്റിലായത്. കൃഷ്ണപുരം കാപ്പിൽ കിഴക്ക് പ്രസാദ് ഭവനത്തിൽ അരുൺ പ്രസാദിനെ കഴിഞ്ഞ 16-ാം തീയതി ആനക്കാട്ടുള്ള ഗ്രൗണ്ടിലും റെയിൽവേ ട്രാക്കിന് സമീപത്ത് വെച്ചും ക്രൂരമായി മർദ്ദിച്ച ഗുണ്ടാസംഘത്തിലെ 3 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അനൂപ് ശങ്കർ, സഹോദരൻ അഭിമന്യു, എരുവ സ്വദേശി അമൽ എന്നിവരാണ് പിടിയിലായത്. പാറക്കല്ല് കൊണ്ട് അരുൺ പ്രസാദിന്റെ കൈമുട്ടിനും കാൽമുട്ടിനും ഇടിച്ചതും
മർദ്ദന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി പ്രചരിപ്പിച്ചതും മൂന്നാം പ്രതി രാഹുലാണെന്ന് പോലീസ് പറഞ്ഞു. 15-ന് രാത്രിയാണ് സംഭവങ്ങളുടെ തുടക്കം. രാത്രി 11:30 കാപ്പിൽ ഭാഗത്ത് അനൂപ് ശങ്കറും സംഘവും അരുൺ പ്രസാദുമായി സംഘർഷമുണ്ടായിരുന്നു. പോലീസ് എത്തിയതോടെ അനൂപ് മുങ്ങി. സ്ഥലത്തുണ്ടായിരുന്ന അരുൺ പ്രസാദ്, ഹരികുമാർ എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. ഇവരുടെ കയ്യിൽ നിന്ന് അനൂപിന്റെ ഫോൺ പോലീസിന് ലഭിച്ചു. ഇത് അരുൺ പ്രസാദ് മനഃപൂർവ്വം പോലീസിന് നൽകിയെന്ന് ആരോപിച്ചാണ് അനൂപും സംഘവും അരുൺ പ്രസാദിനെ ആക്രമിച്ചത്. പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അനൂപ് അരുണിനെ ഓച്ചിറയിലേക്ക് വിളിപ്പിച്ച് ബൈക്കിൽ കയറ്റി പല ഭാഗത്തും കറക്കിയ ശേഷം കാപ്പിൽ ഭാഗത്തെത്തിച്ച് കൂട്ടാളികളെയും വിളിച്ചു വരുത്തി മർദ്ദിക്കുകയായിരുന്നു. അന്ന് രാത്രി തന്നെ 3 പ്രതികളെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. ടൈം ന്യൂസ്, കായംകുളം. പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതുൾപ്പെടെ കൃത്യനിർവഹണത്തിൽ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ചേർത്തല മുൻ ജോയിന്റ് ആർടിഒക്കെതിരെ കേസെടുത്തു. 32 ലക്ഷത്തിന്റെ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ജോയിന്റ് ആർടിഒ ഓഫീസുകളിൽ ഉൾപ്പെടെ പരിശോധന. പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതിൽ വൻ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയതോടെ മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാന വ്യാപകമായി പരിശോധന ആരംഭിച്ചു. പൊളിച്ച വാഹനങ്ങളുടെ ഉടമകൾക്ക് നികുതി ഫീസ് ഇളവ് നൽകിയ ചേർത്തല മോഡൽ ക്രമക്കേട് സംസ്ഥാനത്ത് മറ്റ് ഓഫീസുകളിലും നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. 32.21 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടാക്കിയ മുൻ ചേർത്തല ജോയിന്റ് ആർടിഒ ജെബി ഐ ചെറിയാനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും വകുപ്പുതല ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് ശ്രീജിത്ത് സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ആലപ്പുഴ ആർടിഒ ജോയിന്റ് ആർടിഒക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ അതുവരെയുള്ള റോഡ് നികുതി അടച്ച വകുപ്പിന്റെ അനുമതിയോടെ പൊളിക്കണമെന്നാണ് വ്യവസ്ഥ. എന്നാൽ വാഹനം നശിച്ചുവെന്നും ഏറെക്കാലമായി ഉപയോഗിക്കാതെ കിടക്കുകയാണെന്നും കാണിച്ച് അപേക്ഷ നൽകും. അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർ വാഹനം പരിശോധിച്ച് ഇക്കാര്യം സ്ഥിരീകരിച്ചാൽ ഉപയോഗിക്കാതെ കിടക്കുന്ന കാലയളവിലെ നികുതി കുറച്ചുകൊടുക്കാൻ ജോയിന്റ് ആർടിഒയ്ക്ക് അധികാരമുണ്ട്. ഈ വ്യവസ്ഥ ദുരുപയോഗം ചെയ്താണ് ഇളവുകൾ നൽകിയത്. ചേർത്തല ഓഫീസിലെ പല പരിശോധനകളിലും അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നില്ല. പകരം ജോയിന്റ് ആർടിഒ നേരിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുകയും RC റദ്ദാക്കുകയുമാണ് ചെയ്തത്. അപേക്ഷ വന്ന ദിവസം തന്നെ RC റദ്ദാക്കിയതായി കണ്ടെത്തിയിട്ടുണ്ട്. സോഫ്റ്റ്വെയറിൽ നടത്തിയ പരിശോധനയിൽ ജോയിന്റ് ആർടിഒ സ്ഥാനം ഒഴിഞ്ഞ ശേഷവും ഓഫീസ് സോഫ്റ്റ്വെയറിൽ പ്രവേശിച്ച വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതായി കണ്ടെത്തി. ഇവയ്ക്കെല്ലാം ഇളവും നൽകിയിട്ടുണ്ട്. ടെസ്റ്റിന് ഹാജരാകാതിരിക്കുന്നവർക്കും പരാജയപ്പെട്ടവർക്കും ചേർത്തലയിൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ ക്രമക്കേട് നേരത്തെ മറ്റു പല ഓഫീസുകളിലും കണ്ടെത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ആരംഭിച്ച പരിശോധനയിലാണ് ചേർത്തലയിലെ നികുതി വെട്ടിപ്പും പുറത്തുവന്നത്. ടൈം ന്യൂസ്, ചേർത്തല. അമ്പലപ്പുഴ MLA H. സലാം തോട്ടപ്പള്ളി അഴിമുഖവും സ്പിൽവേയും സന്ദർശിച്ചു. സ്പിൽവേക്ക് കിഴക്ക് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് MLAയുടെ സന്ദർശനം. കിഴക്കൻ വെള്ളത്തിന്റെ വരവില്ലെങ്കിലും 2 ദിവസമായി തുടർച്ചയായി പെയ്യുന്ന ശക്തമായ വേനൽ മഴയിലാണ് സ്പിൽവേയുടെ കിഴക്കൻ ഭാഗങ്ങൾ വെള്ളത്തിലായത്. നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് MLAയുടെ നിർദ്ദേശാനുസരണം വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നതിന് സ്പിൽവേയിലെ 9 ഷട്ടറുകൾ തുറന്നു. സാധാരണ ഘട്ടങ്ങളിൽ 1.6 ഘനയടി വെള്ളം ഉയർന്നാൽ മാത്രമാണ് പൊഴി മുറിച്ച് വെള്ളം കടലിലേക്ക് ഒഴുകുക. നിലവിൽ 1.2 ഘനയടി വെള്ളമാണ് ഇപ്പോൾ കിഴക്കൻ ഭാഗങ്ങളിൽ ഉയർന്നിട്ടുള്ളത്. ഇത് കൃത്യതയോടെ പരിശോധിച്ച് ആവശ്യമെങ്കിൽ പൊഴി തുറക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളണമെന്ന് MLA ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. രാപ്പകൽ വ്യത്യാസമില്ലാതെ അടിയന്തര ഘട്ടങ്ങളിൽ പൊഴി മുറിക്കേണ്ടി വന്നാൽ യഥാസമയം സജ്ജരായിരിക്കണമെന്നും H. സലാം MLA ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നിലവിലുള്ള ജലനിരപ്പ് സംബന്ധിച്ചും ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ചും MLAയും കളക്ടറുമായി ആശയവിനിമയം നടത്തിയിരുന്നു. പുറക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് A. സുദർശനൻ, ഇറിഗേഷൻ ആലപ്പുഴ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KR രജീഷ് കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ V. അരുൺ, ഓവർസിയർ RG രാഹുൽ, കർഷക തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി Y. പ്രദീപ്, മുരളി എന്നിവർ ഒപ്പമുണ്ടായിരുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. കായംകുളം എരുവ നളന്ദ കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കുസൃതി കൊട്ടാരം അവധിക്കാല ക്യാമ്പ് സമാപിച്ചു. പത്തിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് L. ഉഷ ഉദ്ഘാടനം ചെയ്തു. എരുവ നളന്ദ കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ 20ാമത് കുസൃതി കൊട്ടാരം അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. നളന്ദയുടെ പ്രസിഡന്റ് G. ആദർശ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് L. ഉഷ ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക വേദി വളർന്നു വരുന്നതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കണം. എന്ന് പറഞ്ഞാൽ അവർ മാത്രം പ്രയത്നിച്ചാൽ നടക്കത്തില്ല. നമ്മളെല്ലാവരും ഇപ്പോൾ ഇതുപോലെ കുസൃതി കൊട്ടാരം പരിപാടി അവതരിപ്പിക്കാൻ കുട്ടികളെ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി കണ്ടോ. അപ്പോൾ രക്ഷകർത്താക്കൾ അതിന് മുന്നിട്ട് നിൽക്കണം. ശരിയാണ്, കുഞ്ഞുങ്ങൾക്ക് വരുവാൻ മനസ്സ് കാണും, പക്ഷേ നമ്മുടെ രക്ഷകർത്താക്കളാണ് അതിന് അവർക്ക് തടസ്സം നിൽക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇപ്പോൾ ഈ അവധിക്കാല ക്യാമ്പും കൂടി, അവധിക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വന്ന് പല പരിപാടികൾ ഇവിടെ അവതരിപ്പിച്ചു. ഇപ്പം ഇവിടെ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ക്യാമ്പ് കോർഡിനേഷൻ പ്രഭാഷ് പാലാഴി, രക്ഷാധികാരി G. സദാശിവൻ, സെക്രട്ടറി പ്രദീപ് അച്ചൂസ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ ശശികുമാരൻ പിള്ള, പ്രതീഷ് P. വലിയവിള, Y. ഷാനവാസ്, സൂര്യ സുരേഷ്, വിനിത ബിനോയ് എന്നിവർ സംസാരിച്ചു. പാട്ടുപാടാം, കൂട്ടുകൂടാം, ഉണരാം, ഉയരാം, ഒന്നാകാം,
വരയും കളിയും കാവ്യസല്ലാപം പഠനയാത്ര എന്നിവ ക്യാമ്പിൽ നടന്നു. ടൈം ന്യൂസ് ആലപ്പുഴ. ബസ് സർവീസുകൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട സ്വകാര്യ ബസ്സുകൾ പുത്തനങ്ങാടിയിൽ നാട്ടുകാർ തടഞ്ഞിട്ടു. ചേർത്തല മുഹമ്മ റൂട്ടിലെ സ്വകാര്യ ബസ്സുകൾ റോഡുകൾ തകർന്നതിനെ തുടർന്ന് വഴിമാറി ഓടിയതാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത്. ചേർത്തലയിൽ നിന്ന് ഈ റൂട്ടിലൂടെ മുഹമ്മ വരെ സർവീസ് നടത്തുന്ന 7 ബസ്സുകൾ 7 മാസമായി മുട്ടത്തിപ്പറമ്പ് കവല വഴിയാണ് ഓടുന്നത്. ഈ റൂട്ടിലുണ്ടായിരുന്ന KSRTC ബസ്സുകൾ നേരത്തെ സർവീസ് നിർത്തിയിരുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ മൂലമാണ് സർവീസ് മുടങ്ങിയത്. ഈ കലിങ്കൊന്ന് റെഡിയാക്കി തരാൻ നമുക്ക് ടിപ്പർ പോകുന്നുണ്ട്, JCB പോകുന്നു. അവിടുത്തെ മെമ്പറും പറയുന്നത് ടിപ്പർ പോകുന്നുണ്ട്, JCB. പക്ഷേ അതിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാര്യം ഈ മനുഷ്യരെയും കൊണ്ട് പോകുന്ന എന്തെങ്കിലും അപകടം പറ്റിയാൽ ആരും ഉത്തരവാദിത്തം പറയും. അത് ഞങ്ങളിപ്പോൾ 3 വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുക. അസോസിയേഷൻ എന്ന നിലയ്ക്ക് എനിക്ക് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറിയിൽ നിന്ന് എനിക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിൻ്റെ പുറകെയായിട്ട് ഞാൻ ഇതിൻ്റെ പുറകെ 2-3 വർഷമായിട്ട് ഞങ്ങൾ നടന്നിട്ട് പോലും എവിടെ നിന്നൊരു ഇതും കിട്ടുന്നില്ല. എന്നാൽ ഞങ്ങൾ ഇതുവരെ സർവീസ് ഇപ്പം 1 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നിട്ടും ഞങ്ങൾ ഓടാൻ തയ്യാറാണ്. പെരുമറ്റപ്പുറമാണ്, ശരിയാണ്, കറക്റ്റാണ്. പക്ഷേ ഓടാൻ തയ്യാറാണ്. പക്ഷേ റോഡ് റെഡിയാക്കാൻ നമുക്കത് അതുവഴി റോഡല്ല, ഈ കലിങ്ക് അതിൻ്റെ ഒരു റെഡിയാക്കി തരികയാണ്. ഞങ്ങൾ നാളെ തൊട്ട് സർവീസ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവറാണ്. അപ്പോൾ നമുക്ക് ആ റോഡിൻ്റെ ശോചനീയാവസ്ഥയെക്കുറിച്ചാണ് പറയാൻ വന്നത്. അപ്പോൾ നമുക്ക് റോഡ് വളരെ മോശമാണത്. നമ്മൾ അതിലേ പോകുന്ന സ്കൂൾ കുട്ടികളും എല്ലാവരും ഉണ്ട്. നമുക്ക് കയറാൻ നമ്മൾ ബാധ്യസ്ഥയാണ്. പക്ഷേ ഞങ്ങളവിടെ ആ റോഡിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ സമയം മുട്ടും. കാരണം ഇവിടെ മൊത്തം കുഴിയും, ഒരു വണ്ടി വന്നാലും സൈഡ് കൊടുക്കാനായിട്ട് ഭയങ്കര പാടാണ്. നമ്മൾ പിന്നെ ആ റോഡിൽ കയറി ഞങ്ങൾക്ക് 35 മിനിറ്റാണ് മുഹമ്മ ചേർത്തല റണ്ണിങ് ടൈം. നമുക്ക് ആ റോഡിൽ കയറി വണ്ടി താമസിച്ചു. പിന്നെ ഞങ്ങൾ മത്സരോട്ടായി പോകും, ഇടയ്ക്ക് കഴിഞ്ഞാൽ പിന്നെ മത്സരോട്ടായി പോകും, പിന്നെ അപകടം വരും. അതൊക്കെയാണ് ഇതിൽ പറ്റുന്ന വീഴ്ചകൾ. അപ്പോൾ റോഡിൻ്റെ ശോചനാവസ്ഥ എത്രയും പെട്ടെന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ സർവീസ് നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. റോഡിലെ കുഴികൾ മൂടി സർവീസ് പുനരാരംഭിക്കാൻ പഞ്ചായത്ത് മെമ്പറുടെ സാന്നിധ്യത്തിൽ പലവട്ടം ചർച്ച നടന്നിരുന്നു. ഇല്ലാത്ത ഒരു റോഡിലൂടെയാണ് സഞ്ചാരം നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ കൂടെ തന്നെ അവർ വീണ്ടും തിങ്കളാഴ്ച ഓടാൻ ശ്രമിക്കുകയും വെളുപ്പിനെ 6:20 ഫസ്റ്റ് വണ്ടി ആണ് ഞങ്ങൾ തടയുകയും ചെയ്തത്. നമ്മൾ തടഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങളിനി നമുക്കിതിനൊരു തീരുമാനമായിട്ട് ഓടാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും അവർ പിറ്റേ ദിവസം അതൊന്നും കൂട്ടാക്കാതെ ഓടുകയാണ് ചെയ്തത്. അറ്റകുറ്റപ്പണി നടത്തി കഴിഞ്ഞ ദിവസം മുതൽ സർവീസ് പുനരാരംഭിക്കാമെന്ന ഉറപ്പാണ് നൽകിയിരുന്നത്. ഉറപ്പ് പാലിക്കാതെ വന്നപ്പോഴാണ് അഴീക്കോടൻ കവലയിൽ ബസ് തടഞ്ഞത്. 2 ആഴ്ചക്കുള്ളിൽ റെഡിയാക്കിക്കൊള്ളാമെന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായി ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുന്ന K. ഷാജി അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. പഞ്ചായത്ത് പ്രസിഡൻറ്റ് നേരെ DYSPയുടെ ഓഫീസിൽ വന്നേച്ചും പറഞ്ഞ് ഞങ്ങൾ 2 ആഴ്ചക്കുള്ളിൽ റെഡിയാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അങ്ങനെ മധ്യസ്ഥ വെച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കിയില്ല. എന്നിട്ട് ഒരു 2 മാസത്തോളം വീണ്ടും സർവീസ് കിഴക്കുറ തന്നെയാണ്. തണ്ണീർമുക്കം പഞ്ചായത്ത് 12ാം വാർഡ് മെമ്പർ സീന സുർജിത്തിന്റെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് ശ്രമം തുടരുന്നു. തണ്ണീർമുക്കം LP സ്കൂൾ, സമന്വയ ഗ്രന്ഥശാല, പാലൂത്തറ പള്ളി എന്നിവിടങ്ങളിലേക്കായി 100 കണക്കിന് സ്കൂൾ, കോളേജ് കുട്ടികളും മറ്റ് യാത്രക്കാരും കിലോമീറ്റർ സഞ്ചരിച്ചാണ് ബസ് കയറുന്നത്. ടൈം ന്യൂസ് മുഹമ്മ. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. അമ്പലപ്പുഴയിൽ നടന്ന ശില്പശാല H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാനും പരീക്ഷാഫലം വിശകലനം ചെയ്യുവാനുമായി ജില്ലയിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാർ ഒത്തുകൂടി. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് ഏകദിന ശില്പശാല ഒരുക്കിയത്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട അവലോകനവും പുതിയ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കൽ പരിശീലനവും നടത്തി. അമ്പലപ്പുഴ മോഡൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമുക്കതിൻ്റെ ഓരോ സ്കൂളിലും നോക്കുമ്പോൾ ഓരോ തരത്തിൽ കാണാൻ പറ്റും. പേട്ടതിൻ്റെ മണ്ഡലത്തിലെ ഓരോ സ്കൂളുകളും നോക്കുമ്പോൾ ഓരോ സ്കൂൾ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങളെന്ന് എനിക്ക് കുറച്ച് അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും. റിസൾട്ടിൽ വരുന്ന മെച്ചപ്പെട്ട അവസ്ഥയെക്കുറിച്ചും മോശമായി ചില സ്കൂൾ വന്നാൽ അതിനെക്കുറിച്ചും ഒക്കെ നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ നിശ്ചയമായിട്ട് പുറമേ നോക്കുമ്പോൾ കൂടി നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഓരോ സ്കൂളിലെയും അവിടുത്തെ സ്ട്രെങ്ത്, അവിടുത്തെ അധ്യാപകരുടെ ഓരോരുത്തരുടെയും ശേഷി, അതെല്ലാം നന്നായി ഒന്ന് മനസ്സിലാക്കി അതെല്ലാം കൂടി ചേർത്ത് ടോട്ടലായി ആ വിദ്യാലയത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ മികവ് അത് പ്രകടമാക്കാൻ അത്രയും നേട്ടത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ് എന്നത് ഓരോ സ്കൂളിനും ഓരോ രീതിക്ക് കഴിയാൻ പറ്റും. ഹയർ സെക്കൻഡറി ചെങ്ങന്നൂർ മേഖലാ ഉപഡയറക്ടർ BK അശോക് കുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ME പ്രിയ, അജിത് R. പിള്ള, സന്തോഷ് സാഗർ, ജയശ്രീ, അജികുമാർ എന്നിവർ സംസാരിച്ചു. ജില്ലാ അക്കാദമിക് കോർഡിനേറ്റർ J. സജി സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് അമ്പലപ്പുഴ. ആലപ്പുഴ സംസ്കൃതിയും നീർക്കുന്നം STV ഗവൺമെൻറ് UP സ്കൂളും സംയുക്തമായി സംഘടിപ്പിച്ച കളം മേളം നാടക ശില്പശാല സമാപിച്ചു. H. സലാം MLA സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.
ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന ശില്പശാലയിൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 55ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പരിസ്ഥിതി സന്ദേശമടങ്ങിയ സന്തോഷ് തകഴിക്കാരൻ സംവിധാനം ചെയ്ത നാടകവും സമാപന ദിവസം കുട്ടികൾ അവതരിപ്പിച്ചു. തുടർന്ന് നടന്ന കളംപിരിയൽ കൂട്ടം എച്ച് സലാം MLA ഉദ്ഘാടനം ചെയ്തു. മനുഷ്യൻ പ്രകൃതിയെ മറന്ന് ജീവിക്കുന്നു എന്ന് പറയുന്ന കാര്യം ഒരു ആലങ്കാരികമായി പറയുന്ന കാര്യം മാത്രമല്ല. ദുരന്തങ്ങളും പ്രയാസങ്ങളും വന്നു ചേരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ചിന്തിക്കുന്നത്. ആ സമയത്ത് ചിന്തിക്കുന്നത് കടലിൽ സുനാമി ഉണ്ടാകപ്പെട്ടത് ഇന്ത്യക്കും വല്ല പ്രശ്നമുണ്ടോ? കടലിങ്ങനെ ഉന്മലിഞ്ഞു പോയി. അപ്പോൾ അത് കാരണം കാണുകയാണ്. ഒരു മാസം മുമ്പ് പുറക്കാട് കടപ്പുറത്ത് ഉള്ളിൽ കടൽ നേരെ ഉള്ളിലേക്ക് വലിഞ്ഞ് ചെടി ഇങ്ങനെ നിറഞ്ഞു. എന്ത് സംഭവിക്കുന്ന ആശങ്കയോടെ നോക്കിയത് പരിധിയില്ലാത്ത കാര്യമാണ്. ചില സമയത്ത് തിരമാല അടിച്ച് കടൽഭിത്തിക്ക് മേലെ കൂടി അത്രയും ഉയരത്തിൽ തിരമാല അടിച്ച് കടന്നു വരുന്നു, പ്രളയം ഉണ്ടാകുന്നു. ഇങ്ങനെ കാലം തെറ്റി മഴ പെയ്യുന്നു. കാലവർഷം എന്ന് പറയുന്ന ആ നില മാറി അത് മാറി വരുന്നു. എങ്ങനെയാണ് മാറുന്നില്ല? അവിടെയാണ് പരിസ്ഥിതിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കാത്തതിന്റെ പ്രശ്നം വരുന്ന അവിടെയാണ്. ഭൂമിക്കടിയിൽ വെള്ളത്തെ ചിന്തിക്കില്ല, ഭൂമിക്ക് മേലെയുള്ളതിനെ കുറിച്ച് കൂടി ചിന്തിക്കാൻ നമുക്ക് നേരെയില്ല. ഒരു ചെറിയ തോന്നുണ്ടെങ്കിൽ അവ വേസ്റ്റ് ഡംപ് ചെയ്യാൻ പറ്റുന്ന ഇടമായിട്ട് നമ്മൾ അറിയാതെ ശീലിച്ചു പോകുന്ന വിഷയമുണ്ട്. SMC ചെയർമാൻ പ്രശാന്ത് S. കുട്ടി അധ്യക്ഷനായി. നാടക ചലച്ചിത്ര താരം പ്രമോദ് വെളിയനാട് ക്യാമ്പംഗങ്ങൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് അലിയാർ M. മാഹിയിൽ, പ്രഥമാധ്യാപിക A. നദീറ, ക്യാമ്പ് കോർഡിനേറ്റർ ഹരിപ്പാട് രവിപ്രസാദ്, മാതൃസംഗമം ചെയർപേഴ്സൺ സീന മനോജ്, KK വാസുദേവ്, വിമൽ റോയ്, ജോബ് മടത്തിൽ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ H. സുബൈർ സ്വാഗതം പറഞ്ഞു. ടൈം ന്യൂസ് അമ്പലപ്പുഴ. തുറവൂർ പറയകാട് നാലുകുളങ്ങര SNDP ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുദേവ ദർശന പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ക്യാഷ് അവാർഡ് വിതരണം, പഠനോപകരണ വിതരണം എന്നിവയും ഇതോടൊപ്പം നടന്നു. SNDP യോഗം പറയകാട് ബ്രാഞ്ച് 684 ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ദർശന പഠന ക്ലാസും പഠനോപകരണ വിതരണവും ക്യാഷ് അവാർഡ് വിതരണ അനുമോദനവും നടന്നു. പ്രസിഡന്റ് P. ഉദയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നാലുകുളങ്ങര മഹാദേവി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി SNDP യോഗം കൗൺസിലർ PT മന്മഥൻ ഉദ്ഘാടനം ചെയ്തു. SNDP യോഗം ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ T. അനിയപ്പൻ പഠനോപകരണങ്ങളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു. അരൂർ മേഖലാ കമ്മിറ്റി ചെയർമാൻ VP തൃപ്തികുമാർ ക്യാഷ് അവാർഡ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് അരൂർ മേഖലാ കമ്മിറ്റി കൺവീനർ MK മണിലാൽ മുഖ്യപ്രഭാഷണം നടത്തി. NR തിലകൻ, V. ശശികുമാർ, T. സത്യൻ, R. അജയൻ, അഡ്വക്കേറ്റ് MM വിനോദ്, ദീപുനാഥ് താഴ്ചയിൽ, വിദ്യാ വിപിൻ തെക്കേവളി, സജു കൈതക്കാട്ട്, കരുണാകരൻ, സന്തോഷ് ആലുതറ, റാണി വട്ടുപറമ്പ്, രാജു കൊല്ലശ്ശേരി, സജി കുന്നുങ്കൽത്തറ, സുനിൽ ശിവരാമൻ, ഷൺമുഖൻ നികർത്തിൽ, സന്തോഷ് നികർത്തിൽ, ബാബു കൊച്ചുപുരയ്ക്കൽ, മധു കണ്ണികാട്ട്, സുശീല ദേവസുന്ദര, ദിബി തുടങ്ങിയവർ പങ്കെടുത്തു. സെക്രട്ടറി സുനിമോൻ സ്വാഗതവും 684 ശാഖ വൈസ് പ്രസിഡന്റ് ചരസ്ലാൽ പുന്നത്തറ കൃതജ്ഞത രേഖപ്പെടുത്തി. ടൈം ന്യൂസ് ചേർത്തല. ചേർത്തല പുത്തനമ്പലം ശ്രീ കേശവഗുരു ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ഹൃദയാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പുത്തനമ്പലം SNV LP സ്കൂളിലാണ് ബോധവൽക്കരണ ക്ലാസ് ഒരുക്കിയത്. ഹൃദയസ്തംഭനത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളെയും ലക്ഷണങ്ങളെയും സംബന്ധിച്ച് സമൂഹത്തിൻ്റെ അജ്ഞത അകറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൃദയാരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് KM വിനോദ് അധ്യക്ഷനായി. എറണാകുളം ലിസി ആശുപത്രിയിലെ കൺസൾട്ടന്റ് കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ജോ ജോസഫ് ക്ലാസിന് നേതൃത്വം നൽകി. നമ്മുടെ പോപ്പുലേഷൻ ജനസംഖ്യ കൂടുതൽ പ്രായമുള്ളവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ജനസംഖ്യ ഒരേപോലെ നിൽക്കണമെങ്കിൽ അതിന് പറയുന്നത് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്, ഒരു ദമ്പതികൾക്ക് എത്ര കുട്ടികൾ ഉണ്ടാകുന്നു എന്നതനുസരിച്ച് ഒരു ദമ്പതികൾക്ക് 2.1 കുട്ടി ഉണ്ടായാൽ മാത്രമേ ആ ജനസംഖ്യ ഏകദേശം ഒരേപോലെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ
കേരളത്തിന്റെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ദശകങ്ങൾ കഴിയുന്തോറും അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം എന്താ വരുന്നത്? കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാട്ടില് കൂടുതൽ വൃദ്ധജനങ്ങളും വയോജനങ്ങളും മാത്രമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പ്രായം കൂടുമ്പോൾ രോഗങ്ങളും കൂടും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളം ഒരു രോഗാവസ്ഥയുള്ള ഒരു ജനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP നന്ദകുമാർ, പഞ്ചായത്ത് അംഗങ്ങളായ TP കനകൻ, രഞ്ജിത്ത്, B ഇന്ദിര, ഗ്രന്ഥശാല സെക്രട്ടറി AD അപ്പുകുട്ടൻ, വൈസ് പ്രസിഡന്റ് TG ഗോപിനാഥൻ, കമ്മിറ്റി അംഗം NB അജിമോൻ എന്നിവർ സംസാരിച്ചു. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. അമേരിക്കയിൽ വാഹനാപകടത്തിൽ മരിച്ച ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് സഭാധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പോലിത്തയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി. തിരുവല്ലയിലെ സഭ ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ശേഷമാണ് സെന്റ് തോമസ് ബിലിവേഴ്സ് കത്തീഡ്രലിൽ സംസ്കാര ചടങ്ങുകൾ നടന്നത്. അമിതമായ വൈദ്യുതി പ്രവാഹം, വീട്ടുകാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 1.5 വയസ്സുള്ള കുട്ടിക്ക് പൊള്ളലേറ്റു. ബൾബുകളും ട്യൂബുകളും പൊട്ടിത്തെറിച്ചു. KSEB ജീവനക്കാർ എത്താൻ വൈകിയെന്ന ആരോപണം. ചേർത്തലയിൽ 2000-ഓളം കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്ത പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി എക്സൈസ് വകുപ്പ്. ആലപ്പുഴ ജില്ലയിൽ ഇത്രയേറെ കഞ്ചാവ് മിഠായികൾ പിടിച്ചെടുത്തത് ആദ്യമെന്ന എക്സൈസ് ഉദ്യോഗസ്ഥർ. പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതുൾപ്പെടെ കൃത്യനിർവഹണത്തിൽ ക്രമക്കേടെന്ന് കണ്ടെത്തൽ. ചേർത്തല മുൻ ജോയിന്റ് RTOയ്ക്കെതിരെ കേസെടുത്തു. 32 ലക്ഷത്തിന്റെ നികുതി വെട്ടിപ്പെന്ന് കണ്ടെത്തൽ. RTO ഓഫീസുകളിൽ പരിശോധന. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.